തൊടുപുഴയിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥികളെ പീഡനത്തിനിരയാക്കിയ ഹോസ്റ്റൽ വാർഡൻ അറസ്റ്റിൽ. കരുനാഗപ്പള്ളി സ്വദേശി രാജീവിനെയാണ് തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. നന്ദുഷ വിവരങ്ങളുമായുണ്ട്. നന്ദുഷ, എന്തായിരുന്നു സംഭവം? എപ്പോഴാണ് കുട്ടികളെ ഇങ്ങനെ നിരന്തരം പീഡിപ്പിക്കുകയായിരുന്നു? പുറത്തു വരുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? സർക്കാർ ഉടമസ്ഥതയിലുള്ള ഹോസ്റ്റലിനുള്ളിലാണ് ഈ പറയുന്ന 5 കുട്ടികളെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിക്കൊണ്ടിരുന്നത്. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി രാജീവിനെയാണ് ഇത്തരത്തിൽ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 5 കുട്ടികളാണ് ഈ പീഡനത്തിന് ഇരയാക്കിയെന്ന് മൊഴി നൽകിയത് പോലീസിനോട്. പട്ടികവർഗ വകുപ്പാണ് വാർഡിനെതിരെ പോലീസിൽ പരാതി നൽകിയത്. ഏതായാലും ഹോസ്റ്റൽ വാർഡിനെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തി തന്നെയാണ് പോലീസ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ഇത് കൂടുതൽ അന്വേഷണത്തിൽ, അതായത് ഈ വാർഡൻ അല്ലാതെ മറ്റാരെങ്കിലും കുട്ടികളെ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു ഹോസ്റ്റലിനുള്ളിൽ പോലും കുട്ടികൾ സുരക്ഷിതരല്ല എന്ന് ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഈ കുട്ടികളുടെ വെളിപ്പെടുത്തലിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും വളരെ കർശനമായ വകുപ്പുകളോടെ പഴുതടച്ച രീതിയിലുള്ള കേസുകൾ ചുമത്തിയാണ് പോലീസ് രാജീവിനെതിരെ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. നിരന്തരം ഇയാൾ കുട്ടികളെ പീഡിപ്പിക്കുകയായിരുന്നു. ഇതെങ്ങനെയാണ് പുറത്ത് വിവരങ്ങൾ അറിയുന്നത്? രക്ഷിതാക്കളാണോ ഇപ്പോൾ പരാതി നൽകിയത്? ആരാണ്? മറ്റു കൂടുതൽ പരാതികളോ മുമ്പോ മറ്റു പരാതികളോ ഇയാൾക്കെതിരെ ഉണ്ടായിട്ടുണ്ടോ? കുട്ടികൾ 5 പേരാണ് നിലവിൽ രാജീവിനെതിരെ പരാതി നൽകിയത്. ഈ 5 കുട്ടികളും നിരന്തരം പീഡനത്തിന് ഇരയാക്കിയിരുന്ന ആളാണ് രാജീവ് എന്നാണ് കുട്ടികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ് രാജീവ് ഉള്ളത്. ഇദ്ദേഹത്തെ ചോദ്യം ചെയ്ത് വരികയാണ്. കൂടുതൽ വിവരങ്ങളൊന്നും പോലീസ് പുറത്ത് നൽകിയിട്ടില്ല. ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി, ഏതായാലും ജാമ്യമില്ലാത്ത അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് നിലവിൽ രാജീവിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. പട്ടികവർഗ വകുപ്പ് നേരിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ അടിസ്ഥാനത്തിൽ പോലീസിൽ പരാതി നൽകിയിരുന്നത്. അതാണ് ഇത്ര പെട്ടെന്നുള്ള ഒരു അറസ്റ്റിലേക്കും നടപടികളിലേക്കും ഒക്കെ പോലീസ് നീങ്ങാൻ കാരണം.